അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ചുട്ടിന് നല്ല പനിയാട്ടോ. ആ ചുട്ടിന് തീരെ വയ്യ. അപ്പോൾ ഗുളിക കഴിച്ചിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളുടെ ചോറിനിലൊക്കെ കഴിഞ്ഞു കേട്ടോ. രാത്രി ഇനി ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ തിന്നു. അച്ചുട്ടൻ ഗുളികയൊക്കെ കഴിച്ചു. അച്ചുട്ടന് രാവിലെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നല്ല പനി. എന്നിട്ട് ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഉറങ്ങിയത്. പിന്നെ ഉറങ്ങി എണിച്ചപ്പോൾ പനിയൊക്കെ വിട്ടു. ഇപ്പോൾ കുറച്ച് നേരത്തെ പനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറൊക്കെ കൊടുത്തിട്ട് ഗുളികയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോ ഓണാക്കാൻ പോയപ്പോൾ ഒരാൾ പൗഡറൊക്കെ ഇട്ട് മുഖത്ത് കുറേ പുട്ടിയിട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷമോള് കലോത്സവത്തിനുള്ള പാട്ട് മാപ്പിളപ്പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പടി പൗഡർ ഇട്ട മുഖത്തും മേല് തലയിലൊക്കെ പൗഡർ വാരിയിട്ടിക്കുക. വീഡിയോ ഓണാക്കിയപ്പോൾ പെണ്ണല്ലേ അല്ലേ? ഏത് പാട്ടാ പാടുന്നത്? പാടി അതിന്റെ നൂറായി പരിമക്ക തുതിക്കുന്നു, നബിദൂത പിറക്കുന്നു, വജബിന്റെ ഓളിവായി പതിവായി ജലിക്കുന്നു, പരിഹാരമരുളുന്നു, ആമിന ബീബി ചിരിച്ചു രസിച്ചു കൊതിച്ചു റയോന് സ്തുതിച്ചു, മനമുള്ള സുറാകുന്നേ, മുത്തിൻ വജ്ഹബ തളർത്തിടുന്നേ, കൽബിൽ പെരുത്ത മുഹബത്താലെ ഒരു തല വാഴ്ത്തി, അൽഹംദിനുടയോനേ യാ റഹ്മാനേ. പുട്ടിന് പൊടിയൊക്കെ അവിടെ നനച്ച് വെച്ചിട്ട് ഞാനൊന്ന് മിറ്റടിക്കാച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വണ്ടിയുടെ മുകളിൽ എന്തോ ഒരു കോറലിട്ടാ. അത് ഇവരാരോ ചെയ്തിട്ടുള്ളതാണ്. പെൻസിലോണ്ടോ പേനോണ്ടോ അതോ കല്ലോണ്ടോ ആണിയോണ്ടോ എന്തുകൊണ്ടാന്ന് അറിയില്ല. ഒന്നിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഇപ്പോഴാണ് കണ്ടപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ആരാ ചെയ്ത് ചോദിച്ചപ്പോൾ ആരുമല്ല കേട്ടോ. എന്ത് ചെയ്താലും ഇവർ ആരുമല്ല എന്ന് തന്നെ പറയുള്ളൂ. മൂന്നാളും പറയും. ഫസ്റ്റ് പറയും ഞാനല്ല. പിന്നെ പറയും എന്താ പറയുക, എനിക്കറിയില്ല, അവരായിരിക്കും ഇവരായിരിക്കും എന്നൊക്കെ പറയും. അങ്ങനെയാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലായിടത്തും. കുട്ടികളാരും ഇപ്പം ഞാനാന്ന് പറയില്ലല്ലോ. അപ്പോൾ ആരോ വരച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുട്ടുണ്ടാക്കാൻ വെച്ചിട്ട് അകത്തേക്ക് കയറിട്ടോ. പുട്ട് മേടിക്കാനേ പഴം മേടിക്കാൻ കുഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പുട്ടുണ്ടാക്കണുള്ളൂ. സമയമൊക്കെ ഒരുപാടായിട്ട്. അന്ന് സ്കൂളും മദ്രസൊന്നും ഇല്ലല്ലോ. മദ്രസ ഉണ്ട് കേട്ടോ. ഒരു കുറ്റി പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആച്ചൂട്ടന് പനി ആയതുകൊണ്ട് ആച്ചൂട്ടൻ ഇന്ന് മദ്രസയിൽ പോയിട്ടില്ല. പക്ഷെ രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. മദ്രസയിൽ പോട്ടെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പോണ്ടാന്ന് പറഞ്ഞപ്പോൾ കരയായിരുന്നു ഇവിടെ ഒരാൾ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട്. ആ കുട്ടികൾക്കൊക്കെ പനി പിടിക്കാൻ വേണ്ടിയിട്ടേ, മദ്രസയിലത്തെ കുട്ടികൾക്കൊക്കെ അല്ലേ, പനി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കണ്ട അപ്പയ്ക്ക് മാത്രല്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ആച്ചൂട്ടാ. നമ്മൾ കാരണം വേറൊരാൾക്ക് പനി പിടിക്കാൻ പാടുമോ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ പറയാനൊന്നും പാടില്ല. പനി മാറിയിട്ടാ മദ്രസയിലേക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ ട്ടാ. ഓക്കെ. നമ്മൾ ചാള മേടിച്ച് വെച്ചിട്ടുണ്ട്. ചാള മാത്രമല്ല കേട്ടോ, മറ്റേ CD മുള്ള ഉണ്ടല്ലോ, CD മുള്ള എന്നാണ് അതിനിവിടെ പറയുക. ഞാൻ കാണിച്ചത് കേട്ടോ. ആവോലിമുള്ള എന്നൊക്കെ പറയും ചിലവൃത്തിയിൽ. ആവോലിമുള്ള എന്ന് പറയും ചിലവര് CD മുള്ള എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്താ പറയാന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. സംഭവം നല്ല മീനാട്ടാ. ഇത് എന്താ പറയുക, എനിക്കിത് ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഇത് എങ്ങനെയായിരുന്നു. പക്ഷെ വാഴാനിയിൽ ഞാൻ ഈ മീൻ മേടിക്കാറില്ല. പിന്നെ അവിടെ അളിയനാണല്ലോ മീൻ കൊണ്ടുവരിക. അളിയൻ്റെ അടുത്ത് പറയും നല്ല മീനാണിത് കറി വെച്ച് കഴിഞ്ഞാൽ പറയും. പിന്നെ ഇത് വാങ്ങിയിട്ട് പിന്നെ എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഇതാണെന്ന് നമ്മുടെ മീൻ. ആന്നെ നമ്മുടെ ഉമ്മയും മക്കളും വണ്ടി കുഞ്ഞൂടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഗായിക ഇഷമോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പനിക്കുട്ടി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞൂടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുവിന് ഗമ കൂടിയിട്ടുണ്ട്. തുണി നിവർത്തി പിടിക്കും കുഞ്ഞു, രണ്ടാക്കി മടക്കി പിടിക്കും, എന്നിട്ട് കഴുകു. കുഞ്ഞു വണ്ടി കഴുകി സെറ്റപ്പ് ആക്കി എന്നിട്ട് നല്ല സുന്ദരി കുട്ടിയാക്കി തന്നിട്ട് വണ്ടീനെ അടിപൊളിയാക്കിയിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇന്ന് കുഞ്ഞു വീട്ടിലത്തെ ജോലികൾ മൊത്തം ഏറ്റെടുത്തേക്കാട്ടോ. ഇന്ന് കുഞ്ഞു തന്നെയാണ് എല്ലാ പണികളും ചെയ്തേക്കുന്നത്. അവന് രാവിലെ വണ്ടി കഴുകിയപ്പോൾ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കയറിയേക്കാണ്.
അപ്പോൾ പിന്നെ എനിക്ക് വണ്ടി കഴുകൽ കഴിഞ്ഞപ്പോൾ എനിക്ക് തുടച്ച് തന്നു. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ കൊണ്ടുപോയിട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിൽ കഴുകാറില്ല, അവിടെ ഇട്ടോ, ഞാൻ കല്ലുമ്മേൽ അത് അലക്കാറെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ കഴുകാം പറഞ്ഞിട്ട് തുണി തിരുമ്പി തരലും പിന്നെ തുടയ്ക്കലും വെള്ളം കോരി തരലും ഒക്കെ കുഞ്ഞ് തന്നെയാട്ടോ ചെയ്തത്. അപ്പോൾ കുറേ നാളായി അവൻ അതൊക്കെ ചെയ്തിട്ട്. വാഴാനിയിലാവുമ്പോൾ എനിക്ക് ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്ത് തന്നിരുന്നു കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. എനിക്ക് എന്താ പറയുക, മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ കാണാൻ പറ്റും. ഇവൻ തിരുമ്പി തരണതും നമ്മൾ വാഴാനിയിൽ നിന്ന് പോന്നിട്ടുള്ള വീഡിയോയിലടക്കം കുഞ്ഞാണ് അലക്കണത് കേട്ടോ. അപ്പോൾ കുറേ നേരം സോപ്പും പൊടിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ചളിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവൻ തന്നെ കഴുകിയിടാറ്. പക്ഷെ അവൻ നന്നായി തുണികളൊക്കെ കഴുകി വൃത്തിയാക്കും കേട്ടോ. ഇങ്ങനെ കുട്ടികളല്ലേ, കഴുകി വൃത്തിയാവില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ അതില്ലേ, കുഞ്ഞു നന്നായി നല്ല വൃത്തിയായിട്ട് കഴുകും. ഒരു ചെളി എവിടെയും ഉണ്ടാവില്ല. നന്നായി ഉരച്ച് കഴുകും അവൻ കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഞങ്ങൾ വാഴാനിയത്തെ കേസുകൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് തുടയ്ക്കണത് തന്നെ. അവിടെ ചെയ്തു തന്നിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടയ്ക്കണത്. അപ്പോൾ അകം കോലായും എല്ലായിടത്തും അവൻ തുടച്ച് തന്നു കേട്ടോ. തുടയ്ക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ മൂപ്പര് ഇനി ബാക്കി എന്താ പണി, വേറെ എന്താ പണി എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ട്. പിന്നെ എനിക്ക് ചോറും കറിയും വെക്കലും മീൻ നന്നാക്കലൊക്കെ എന്നെ പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കൈ ഞാൻ ഇന്നലെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുന്നേ കുക്കറിൻ്റെ മൂടി തുറന്നപ്പോൾ എൻ്റെ കൈയിൻ്റെ മുകളിലേക്ക് ആവി തള്ളിയിട്ട് 2 വിരൽ നന്നായി പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി ഇങ്ങനെ ഊരി പോന്നിട്ട് ഇപ്പോൾ അവിടെ ഭയങ്കര വേദനയൊക്കെയാണ്. ഇന്നിങ്ങനെ വെള്ളമൊക്കെ വരികയാണ്. അപ്പോൾ ശരിക്കും പറയാൻ എനിക്ക് ചെയ്യാനും പറ്റണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടായിരിക്കും കുഞ്ഞു എന്നെ ഇങ്ങനെ സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ നാണക്കേടാവും കേട്ടോ വെള്ളം കോരുമ്പോൾ. അപ്പോൾ വെള്ളം കോരിക്കാൻ എനിക്ക് പേടിയാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കിണറിൻ്റെ തിണ്ട് അത്ര ഹൈറ്റ് ഇല്ലല്ലോ, അത് കാരണം എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. പക്ഷെ ആ വെള്ളം കോരുമ്പോൾ ഞാൻ അടുത്ത് പോയി നിൽക്കും. എനിക്ക് പേടിയാണ് അവൻ വെള്ളം കോരുമ്പോൾ. സംഭവം നെറ്റും ഇതൊക്കെ ഇട്ടിട്ടുള്ള കിണർ തന്നെയാണ്, എന്നാലും ഒരു പേടിയാവും. വെള്ളം കോരുമ്പോഴേക്ക് പേടിയാവുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കും കേട്ടോ. അങ്ങനെ ആ വെള്ളമൊക്കെ കോരി തന്ന് നമ്മുടെ വെള്ളമൊക്കെ താഴത്തേക്ക് പോയിട്ടായി നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വെള്ളം കുടിക്കുമെന്ന് അറിയില്ല. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. മഴ ശരിക്കും പെയ്തിട്ടില്ല. മഴ പെയ്ത് കഴിഞ്ഞാലോ ഉരുൾപൊട്ടലും പ്രളയം ഒക്കെ ആയിട്ട് മാറും ചെയ്യും. 2 ദിവസമൊക്കെ അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വെള്ളമാവുകയെന്നൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അലക്കുകയാണ്. അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ നല്ല കല്ലൊക്കെ ഉണ്ട് കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് തന്നെ വെള്ളം പിടിച്ചിട്ട് അവിടെ അലക്കാറ്. മറ്റോടത്ത് നല്ല വെയിലാണ്. അപ്പോൾ അവൻ അലക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുവിൻ്റെ ഒരു വീഡിയോ ആണ്. ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചളിയാക്കിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ സപ്പോർട്ട് ചെയ്യുക. അതെല്ലേ, മനസ്സിലായില്ലേ? ചളിയാക്കിയിട്ട് ഇങ്ങനെ കുന്നാരം കൂട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിടുമ്പോ ഒരു വിലയില്ല. വീഡിയോ കുറയ്ക്കുമ്പോ എന്താ കിതപ്പും വലിക്കലൊക്കെ വെച്ചിട്ടാ മനസ്സിലാക്കി തള്ളാരത് എങ്ങനെ ഞാൻ ഇങ്ങനൊന്നും ചാടാറില്ല. ഞാനിങ്ങനൊന്നും ചാടിയിട്ടൊന്നുമല്ല തിരുമ്പാറ്. എങ്ങനെയാണത് തിരുമ്പി ഇപ്പൊ കീറും. അപ്പൊ അവരോട് ഞാനത് പറയാട്ടോ, എങ്ങനെ വെളുപ്പിക്കണമെന്ന് മനസ്സിലാക്കി പറയാൻ കേട്ടോ. അപ്പൊ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം.